വീണ്ടും 32ാമത്തെ എപ്പിസോഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വരുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു സബ് ട്രഷറിയിൽ നിന്നും ഒരു ട്രഷറിയിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുള്ള സീൽഡ് പാക്കറ്റ്സ് എന്നിവ കാലാവധിക്ക് ശേഷവും തിരികെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്ത് നടപടിയാണ് ചെയ്യേണ്ടതാണ് ചോദ്യം. അതിന്റെ ആൻസർ: ജില്ലാ ട്രഷറി ഓഫീസർ അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തുറന്ന് ഒരു മഹസർ തയ്യാറാക്കിയ ശേഷം ലേലത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ കമ്പോളത്തിൽ അത് വിലയില്ലെങ്കിൽ ആ വസ്തുക്കളെ നശിപ്പിക്കുകയും ചെയ്യാം. ഒന്നുകിൽ ജില്ലാ ട്രഷറി ഓഫീസർക്ക് ലേലത്തിൽ വെക്കാം, അല്ലെങ്കിൽ വിലയില്ലാത്തതാണെങ്കിൽ നശിപ്പിക്കാം. അടുത്ത ചോദ്യം: ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം രസീത് വാങ്ങിക്കണോ എന്നാണ് ചോദ്യം. അത് ആൻസർ: ഒരു റെസീറ്റ് മതി. ഇനിയിപ്പോ റവന്യൂ സ്റ്റാമ്പ് വേണ്ട കേസാണെങ്കിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം. അത് ബന്ധപ്പെട്ട വൗച്ചറിൽ അതിന്റെ ഒരു ഹിൻസ് കൂടി കൊടുത്താൽ മതി. അടുത്ത ചോദ്യം: ട്രഷറിയിൽ പാസാക്കിയ ഒരു ബില്ല് പേയ്മെന്റിന് മുമ്പ് കൈമോശം വന്നാൽ ഡ്രോയിങ് ഓഫീസർ എന്ത് ചെയ്യണം എന്നാണ്. ഒരു പാസാക്കിയ ബില്ല് ഡ്രോയിങ്ങിന് മുമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? ആൻസർ: ഒന്ന്, ബില്ല് പേയ്മെന്റ് നടത്തിയോ എന്ന് അന്വേഷിക്കണം. രണ്ടാമത്തത്, ബില്ല് ഹാജരാക്കിയാൽ, ഈ നഷ്ടപ്പെട്ട ബില്ല് ഹാജരാക്കിയാൽ പേയ്മെന്റ് കൊടുക്കരുത് എന്ന് ട്രഷറി ഓഫീസറോട് അപേക്ഷിക്കണം. മൂന്നാമത്തെ ചെയ്യാൻ പറ്റിയത്, പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കി ചുവന്ന മഷി കൊണ്ട് ബില്ലിന്റെ മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതിയിട്ട് ട്രഷറിയിൽ ഹാജരാക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് പേയ്മെന്റിന് മുമ്പ്, ബില്ല് പാസ്സാക്കിയതിന് ശേഷം പേയ്മെന്റ് നടക്കുന്നതിന് മുമ്പ് അത് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത്. ഒന്ന്, പേയ്മെന്റ് നടത്തിയോ എന്ന് അന്വേഷിക്കണം. നടത്തിയില്ലെങ്കിൽ അതിൽ പേയ്മെന്റ് നടത്തരുതെന്ന് അപേക്ഷിക്കണം. മൂന്ന്, പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ചുവപ്പ് മഷിയിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതിയ ഒരു ബില്ല് സമർപ്പിക്കാം. അടുത്ത ചോദ്യം: സാധാരണ ശമ്പള ബില്ലിൽ തന്നെ കുടിശ്ശികയും എഴുതി വാങ്ങിക്കാമോ എന്നാണ്. ഇപ്പൊ നമ്മൾ അരിയർ ഉണ്ട്, സാലറി അരിയർ, ഇൻക്രിമെന്റൽ അരിയർ, അത്തരത്തിലുള്ള അരിയേഴ്സ് ഒക്കെ വരാറുണ്ട്, കുടിശ്ശികൾ. അത് സാധാരണ ശമ്പള ബില്ലിൽ തന്നെ എഴുതി വാങ്ങാമോ എന്നാ ചോദ്യം. പാടില്ല. സാധാരണ ശമ്പള ബില്ലിൽ അരിയേഴ്സ് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതിന് അരിയേഴ്സിന് പ്രത്യേക ബില്ല് വേണം. അടുത്ത ചോദ്യം: ആദ്യത്തെ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി LPC കൊടുക്കേണ്ട ചുമതല ഗസറ്റഡ് ഓഫീസറുടെ കേസിൽ ആർക്കാണ്? നോൺ ഗസറ്റഡ് ഓഫീസറുടെ കേസിൽ ആർക്കാണ്? അപ്പോൾ ഇത് പണ്ട് ഗസറ്റഡ് ഓഫീസറുടെ LPC ഒക്കെ കൊടുക്കുന്നത് ട്രഷറി ഓഫീസർ ആണെങ്കിലും ഇന്നിപ്പോൾ അതൊക്കെ മാറി. പെൻഷൻ വാങ്ങിക്കുന്നതിന് മുമ്പ് LPC നിർബന്ധമാണ്. ഒരാൾ പെൻഷൻ ആയി കഴിഞ്ഞാൽ അയാൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ LPC, ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ്, ട്രഷറിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ സ്പാർക്കിൽ നിന്നാണ് നമ്മൾ LPC എടുക്കുക. LPC എടുത്തതിന് ശേഷം അതിന്റെ നമ്മളുടെ ഈ ഗസറ്റഡ് ഓഫീസറുടെ ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസർ അല്ലെങ്കിൽ ഇയാളുടെ DDO, സർവീസ് ബുക്കിന്റെ കസ്റ്റോഡിയൻ ആരാണോ അദ്ദേഹം ഇതിൽ കൗണ്ടർ സൈൻ ചെയ്യണം ഈ LPC. എന്നിട്ട് അദ്ദേഹമാണ് ട്രഷറിയിലേക്ക് അയക്കുന്നത്. ഇനി നോൺ ഗസറ്റഡ് ഓഫീസറുടെ കേസിൽ ആരാണ്? ഡ്രോയിങ് ഓഫീസർ
ഡ്രോയിങ് ഓഫീസർ മതി നോൺ ഗസറ്റഡ് ഓഫീസറുടെ കേസ്. അടുത്ത ചോദ്യം, ഗ്രാറ്റുവിറ്റി വിതരണം ചെയ്യാൻ ട്രഷറി ഓഫീസർക്കും ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന അധികാരി ആരാണ്? ഒരാൾ പെൻഷനായി കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ ആരുടെ ഉത്തരവ് വേണം? അക്കൗണ്ടന്റ് ജനറലിന്റെ ഉത്തരവ് വേണം. അടുത്ത ചോദ്യം, ഒരു ഡ്രോയിങ് ഓഫീസർ ട്രഷറിയിൽ നിന്ന് തെറ്റായി കൂടുതൽ തുക പിൻവലിച്ചു എന്ന് അത് ഉടൻ തിരിച്ചു പിടിക്കണമെന്ന് ട്രഷറി ഓഫീസർക്ക് AGയുടെ നിർദ്ദേശം കിട്ടുകയും തിരിച്ചു പിടിക്കുന്നത് മാറ്റിവെക്കാൻ ഡ്രോയിങ് ഓഫീസർ ട്രഷറി ഓഫീസർക്ക് അപേക്ഷ നൽകുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന? ഒരാൾ ഒരു ഡ്രോയിങ് ഓഫീസർ കൂടുതൽ തുക മേടിച്ചോണ്ട് പോയി. ട്രഷറി ഓഫീസർ അത് AG അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അയാളിൽ നിന്ന് തുക പിടിച്ചു പിടിക്കാൻ ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോയിങ് ഓഫീസറോട് പറഞ്ഞപ്പോൾ ഡ്രോയിങ് ഓഫീസർ ഒരു സാവകാശം ചോദിച്ചൊരു അപേക്ഷ ട്രഷറി ഓഫീസർക്ക് കൊടുത്തു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാ? യാതൊരു അപേക്ഷയും പരിഗണിക്കാൻ പറ്റില്ല. AG പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ട്രഷറി ഓഫീസർ തുക തിരിച്ചു പിടിക്കണം. ഇത് കത്തിടപാടൊന്നും ഇതിൽ പരിഗണിക്കേണ്ടത് ഇല്ല. അടുത്ത ചോദ്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഫണ്ട് വിനിയോഗം ചെയ്യാൻ കൊടുത്താൽ അതിന്റെ കണക്കുകൾ ആർക്ക് സമർപ്പിക്കുന്നത് വരെ ഉത്തരവാദിത്തമുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആ ഫണ്ടിന്റെ കണക്ക് പരിപൂർണമായിട്ടും ആറിലെത്തുന്നത് വരെ അയാൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ചോദ്യം. അത് അക്കൗണ്ടന്റ് ജനറലിൽ എത്തുന്നത് വരെ ഉത്തരവാദിത്തം ഉണ്ട്. അടുത്ത ചോദ്യം, ഒരു ഡിസ്ബേഴ്സിംഗ് ഓഫീസറിന് പണം കൈപ്പറ്റുന്ന വ്യക്തിയിൽ നിന്നും ശരിയായ ഒരു റെസീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു പണം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പണം കൈപ്പറ്റുന്ന വ്യക്തിയിൽ നിന്നും ശരിക്കുമുള്ള ഒരു റെസീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. റെസീറ്റ് കിട്ടാതെ പണം കൊടുക്കുന്നത് വരെ തടഞ്ഞു വെക്കാം. റെസീറ്റ് കിട്ടിയാലേ പണം കൊടുക്കൂ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം, ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ഡ്രാഫ്റ്റ്സ് വേറെ ഒരാളിന് കൈമാറാമോ? ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ഡ്രാഫ്റ്റ് വേറെ ഒരാളിന് കൈമാറാമോ? കൈമാറാം. എങ്ങനെയെങ്കിൽ അതിന്റെ പുറത്ത് എൻഡോഴ്സ്മെന്റിൽ കൂടി ഈ അനുവദനീയമല്ല, ഈ ഡ്രാഫ്റ്റ് ഫോമിൽ ഇത് അനുവദനീയമല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, സാധാരണഗതിയിൽ ഒരു ഡ്രാഫ്റ്റിൽ എൻഡോസ് ചെയ്താൽ അയാൾക്ക് മറ്റൊരാളെ എൻഡോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം. എന്നാൽ ഇത് അനുവദനീയമല്ല, ഡ്രാഫ്റ്റ് ഫോമിൽ ഇത് അനുവദനീയമല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൈമാറാൻ പറ്റില്ല. അടുത്ത ചോദ്യം, ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ നോൺ ഗസറ്റഡ് സ്റ്റാഫിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടി ക്രോസ് ഡ്രാഫ്റ്റ് ട്രഷറിയിൽ നിന്നും മേടിക്കുന്നു. അങ്ങനെ ഇത് ഡ്രാഫ്റ്റ് ക്രോസ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ നോൺ ഗസറ്റഡ് സ്റ്റാഫിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടി ക്രോസ്ഡ് ഡ്രാഫ്റ്റ് ട്രഷറിയിൽ നിന്നും വാങ്ങുന്നു. ഇങ്ങനെ ഇത് ഡ്രാഫ്റ്റ് ക്രോസ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇത് ആൻസർ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ശമ്പളം കൊടുക്കാൻ ഡ്രാഫ്റ്റ് മേടിച്ചാൽ ആ ഡ്രാഫ്റ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല. മറിച്ച് അതിൽ നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന് എഴുതി ചേർത്താൽ മതി. അടുത്ത ചോദ്യം, ഒരു ട്രഷറി ഓഫീസർക്ക് ഏത് ഓഫീസിൽ നിന്നാണ് ആവശ്യമുള്ള RBI ഡ്രാഫ്റ്റ് ഫോംസും അത് അനുബന്ധിച്ചിട്ടുള്ള വേറെ ഫോംസും കിട്ടുന്നത്? ട്രഷറി ഓഫീസർക്ക് ഫോംസ് കിട്ടുന്നത് എവിടെ നിന്നാണ് ചോദ്യം. ഉത്തരം, അതിൽ നമുക്കറിയാം കറൻസി ഓഫീസറാണ് ഈ ഫോംസ് കൊടുക്കുന്നത്. നമ്മുടെ കറൻസി ഓഫീസർ RBI ചെന്നൈയാണ്. അടുത്ത ചോദ്യം, RBI ഡ്രാഫ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിബന്ധനകൾ പ്രഖ്യാപിക്കുന്നതിന് ഏത് അപ്പൻഡിക്സിലാണെന്ന ചോദ്യം. റിസർവ് ബാങ്ക് ഡ്രാഫ്റ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിബന്ധനകൾ പ്രതിപാദിക്കുന്ന അപ്പൻഡിക്സ് ഏതാണ്? KTC വോളിയം 2 ചോദ്യമാണ്. അപ്പൻഡിക്സ് 20. അടുത്ത ചോദ്യം, കൈമോശം വന്ന ഒരു RBI ഡ്രാഫ്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാലാവധിക്കുള്ളിൽ അപേക്ഷിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. ഒരു RBI ഡ്രാഫ്റ്റ് മിസ്സായി, അങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിച്ചു, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. ഉത്തരം, ഒറിജിനൽ ഡ്രാഫ്റ്റ് വാങ്ങിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ പേയിക്കോ, പേയി ആരാണോ പണം കിട്ടേണ്ട ആളാണ് പേയിക്കോ
പാർട്ടിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനോ അല്ലെങ്കിൽ പേയിക്കോ അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഒന്നുകിൽ പാർട്ടിയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒറിജിനൽ ഡ്രാഫ്റ്റ് വാങ്ങിച്ച വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ പേയി ആയിരിക്കണം. പേയിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡ്രാഫ്റ്റ് ആർക്കാണോ നമ്മൾ പണം കൊടുക്കേണ്ട ആള് അയാൾ അയാളായിരിക്കണം. അല്ലെങ്കിൽ അതാണ് പേയി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന് സർക്കാരിന്റെ ഒരു ഇടപാട് തീർക്കാൻ വേണ്ടി RBI ഡ്രാഫ്റ്റ് ട്രഷറിയിൽ നിന്നും പ്രത്യേക ചാർജ് ഇല്ലാതെ ലഭിക്കാൻ വ്യവസ്ഥയുണ്ടോ? ആ ഡ്രാഫ്റ്റിന് ചാർജ് ഇല്ലാതെ അങ്ങനെ ലഭിക്കാൻ വ്യവസ്ഥയുണ്ടോ? ഉണ്ട് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ട്രഷറിയിൽ നിന്നും സർക്കാർ AG, കറൻസി ഓഫീസർ എന്നിവർക്ക് വിവിധ ദിവസങ്ങളിൽ അയക്കാൻ കണക്കുകളും മറ്റു രേഖകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ അവധി ദിവസങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം സർക്കാരിനും അക്കൗണ്ടന്റ് ജനറലിനും കറൻസി ഓഫീസർക്കും ഒക്കെ അറിയിപ്പ് പോകേണ്ടതാണ്. അപ്പൊ അത് ഓരോ പ്രത്യേക ദിവസങ്ങളിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ദിവസം അവധി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അങ്ങനെ വന്നാൽ ഒരു ദിവസം പിന്നിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ക്യാഷ് അക്കൗണ്ട്, ലിസ്റ്റ് ഓഫ് പേയ്മെന്റ് എന്നിവയുടെ കൂടെയുള്ള വൗച്ചേഴ്സ് AGക്ക് അയക്കുന്നത് വരെ സൂക്ഷിക്കേണ്ട വിധം. ക്യാഷ് അക്കൗണ്ട്, ലിസ്റ്റ് ഓഫ് പേയ്മെന്റ് എന്നിവയുടെ കൂടെയുള്ള വൗച്ചേഴ്സ് അക്കൗണ്ട് ജനറൽ അയക്കുന്നത് വരെ സൂക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന ചോദ്യം. ആൻസർ അണ്ടർ ലോക്ക് ആൻഡ് കീ, പൂട്ട് ഒക്കെ ഇട്ട് പൂട്ടി സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ചെക്കിൽ സുരക്ഷാ എൻഡോഴ്സ്മെന്റ് ആയിട്ട് ആ സംഖ്യ ₹100 എന്ന് എഴുതാൻ നിർബന്ധമില്ലാത്ത കാറ്റഗറി ഇതാണ്. നമുക്കറിയാം ഒരു ചെക്കിലായാലും ബില്ലിലായാലും ഒക്കെ തന്നെ നമ്മൾ ബിലോ റുപ്പീസ് എന്ന് വരും, അല്ലെങ്കിൽ ₹100 എന്ന് പറഞ്ഞിട്ട് അതിന് പ്രൊട്ടക്ഷൻ നോട്ട് എന്നാ പറയുക സാധാരണഗതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ ഒരു ബില്ലിൽ അല്ലെ ഏതിലെങ്കിലും എന്തിലും ആവട്ടെ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കാം. ചെക്കിലായാലും ക്ലെയിം ചെയ്തു. അങ്ങനെ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ ബിലോ RS 10,001 എന്ന് എഴുതും. എന്നിട്ട് അത് വേർഡ്സിലും എഴുതും 10,001. അപ്പോൾ 10,001 തൊട്ട് താഴെയുള്ള സംഖ്യയാണ് ഈ 10,000. അപ്പോൾ ഈ 10,000 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ഉറപ്പിക്കുകയാണ് ₹100 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബിലോ റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ആ എമൗണ്ടിന് ആ ഒരു എഴുതുന്ന രീതിക്ക് ബിലോ റുപ്പീസ് അല്ലെങ്കിൽ ₹100 എന്ന് എഴുതുന്ന ആ രീതിക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ നോട്ട് എന്നാണ് പറയുക. അപ്പൊ അത് വേണ്ടാത്ത ഒരു കാറ്റഗറിയാണ്, നിർബന്ധമില്ലാത്ത കാറ്റഗറി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ ചെക്ക്. TSBയുടെ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ചെക്കിന് അത് എഴുതേണ്ട ആവശ്യം ഇല്ല. അടുത്ത ചോദ്യം, ട്രഷറി ഓഫീസർക്ക് ഏതൊക്കെ മാസങ്ങളിൽ AGക്ക് അയക്കുന്ന പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ സ്റ്റോക്കിലുള്ള സ്റ്റാമ്പ്സ് പരിശോധിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകണം? AGക്ക് അയക്കുന്ന പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ എല്ലാ മാസവും നമ്മൾ AGക്ക് പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം അയക്കും. അതിൽ ഏതൊക്കെ മാസങ്ങളിലാണ് സ്റ്റോക്കിലുള്ള സ്റ്റാമ്പുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത്? അത് സെപ്റ്റംബറിലും മാർച്ചിലുമാണ്. ശരിക്കും ഒരു അർദ്ധവർഷം എന്നാണ് അതിന് പറയാൻ പറ്റുക, സെപ്റ്റംബറും മാർച്ചും. അടുത്ത ചോദ്യം, 3 വർഷത്തിൽ കൂടുതൽ ഇടപാടില്ലാത്തതും അഡ്മിനിസ്ട്രേറ്റർ കൂളിംഗ് ബാലൻസ് സ്ഥിരീകരിക്കാത്തതുമായ PD അക്കൗണ്ടിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓരോ ജില്ലാ ഓഫീസറും ട്രഷറി ഓഫീസറും AGക്കും അയക്കേണ്ട തീയതി. 3 വർഷത്തിൽ കൂടുതൽ ഇടപാടില്ലാത്ത ഒരു PD അക്കൗണ്ട്, അത്തരത്തിലുള്ള PD അക്കൗണ്ടിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഏത് തീയതിക്കുള്ളിലാണ് അയക്കേണ്ടത്? അത് ജൂലൈ 15 വരെ, ജൂലൈ 15-നാണ് അയക്കേണ്ടത്. മാർച്ച് 31 വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അത് ഫിനാൻഷ്യൽ ഇയറിൽ അയക്കേണ്ടത്. പക്ഷെ അയക്കേണ്ട തീയതി ജൂലൈ 15-നുള്ളിലാണ്. അടുത്ത ചോദ്യം, ട്രഷറി മുഖാന്തരമുള്ള ധനവിനിയോഗ നിയന്ത്രണത്തിൽ ഒഴിവാക്കപ്പെട്ട അക്കൗണ്ട് ഹെഡ്സ് ഏതൊക്കെയാണ്? അതായത് ട്രഷറിയിൽ ഇടയ്ക്കിടയ്ക്ക്
ഈ നിയന്ത്രണം വരും, ട്രഷറിയിൽ കൺട്രോളിങ് വരും. ഇന്ന പണങ്ങൾ കൊടുക്കാൻ പാടില്ല. ആ ട്രഷറി കൺട്രോളിൽ അത് ധനവിനിയോഗ നിയന്ത്രണം എന്നാ പറയുക. ആ കൺട്രോളിൽ വരാത്ത, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ്? അതൊന്ന് ശമ്പളവും വേജും, സാലറീസ് ആൻഡ് വേജസ്. 2 സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡും. 3 പെൻഷൻ. ഈ 3 കാര്യങ്ങൾക്കും ട്രഷറി നിയന്ത്രണം ബാധകമല്ല. ശമ്പളവും വേജും, പിന്നെ സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡും, മൂന്നാമത്തത് പെൻഷൻ. ഈ 3 കാര്യങ്ങൾക്കും ഈ ട്രഷറി നിയന്ത്രണം ബാധകമല്ല. ഇനി transactions of all local funds should be recorded in the form used for dash, even though if should be kept quite distinct. Transactions of all local funds, അത് പേഴ്സണൽ ഡിപ്പോസിറ്റിലാണ്. അടുത്ത ചോദ്യം, ഓരോ വർഷത്തെയും മാർച്ചിലെ ഡിപ്പോസിറ്റുകളുടെ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ നിന്ന് ടോട്ടൽ എമൗണ്ട് ഓഫ് ലാപ്സസ് ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? ഓരോ വർഷത്തെയും മാർച്ചിൽ ഉണ്ടാവുമല്ലോ ഡിപ്പോസിറ്റുകളുടെ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ഉണ്ടാവും. ആ പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടത്തിൽ നിന്ന് ലാപ്സായ അതിന്റെ ടോട്ടൽ എമൗണ്ട് ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം എന്നാണ്. അത് ഡിഡക്റ്റ് ചെയ്യണം, അതിൽ നിന്ന് കുറയ്ക്കണം എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ലാപ്സസ് if it is unclaimed for 1 whole year ending with 31st March. സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ലാപ്സ് ആവും if it is unclaimed for 1 whole year, ഒരു വർഷം പൂർണ്ണമായിട്ടും ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ, എൻഡിങ് വിത്ത് 31st മാർച്ച്. എങ്ങനെയാണെങ്കിലാണ് അത് പിന്നെ ലാപ്സ് ആവുക? If the amount of deposit or balance of deposit partly paid not exceed Rs 5 രൂപയിൽ കൂടാത്ത ഒരു സംഖ്യയാണെങ്കിലാണ്, നിക്ഷേപത്തുകയോ ഭാഗികമായി അടച്ച നിക്ഷേപ ബാക്കി തുകയോ 5 രൂപയിൽ കവിയുന്നില്ലെങ്കിൽ മാത്രമാണ് അത് സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ലാപ്സ് ആയി പോവുക ഒരു വർഷത്തിനകം. അടുത്ത ചോദ്യം, when does an appropriation lapse at? ഒരു വിനിയോഗം, ഒരു അപ്രോപ്രിയേഷൻ എപ്പോഴാണ് ലാപ്സ് ആവുന്നത്? അത് നമുക്ക് ചോദ്യത്തിൽ ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ധനവിനിയോഗവും ഒരു അപ്രോപ്രിയേഷനും ലാപ്സ് ആവുന്നതിൽ കാലഹരണപ്പെടുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലാണ്, എന്ന് പറഞ്ഞാൽ മാർച്ച് 31-നാണ്. അടുത്ത ചോദ്യം, ദ ട്രഷറി ഓഫീസർ ഹാസ് നോ അതോറിറ്റി ടു ആക്ട് അണ്ടർ ദ ഓർഡർ ഓഫ് ദി ഗവൺമെന്റ് സാങ്ഷനിങ് എ പേയ്മെന്റ്. ഒരു ട്രഷറി ഓഫീസർക്ക് സർക്കാർ പേയ്മെന്റ് അനുവദിക്കുന്ന ഉത്തരവിൻ കീഴിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല. എങ്ങനെയുള്ള അത് അൺലെസ് ദ ഓർഡർ ഈസ് ആൻ എക്സ്പ്രസ് ഓർഡർ ടു ഹിം ടു മേക്ക് പേയ്മെന്റ്. അയാൾക്ക് പണം നൽകാനുള്ള ഒരു എക്സ്പ്രസ് ഓർഡർ അല്ലെങ്കിൽ ഒരു ട്രഷറി ഓഫീസർക്ക് സർക്കാർ പേയ്മെന്റ് അനുവദിക്കുന്ന ഉത്തരവിന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പേയ്മെന്റ് നൽകണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു എക്സ്പ്രസ് ഓർഡർ ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ റിക്കവറി ഓഫ് എക്സസ് പേ ആൻഡ് അലവൻസ് ഫ്രം ദി എംപ്ലോയീസ് ആർ ട്രീറ്റഡ് ആസ്. ജീവനക്കാരിൽ നിന്ന് അധികം ശമ്പളമോ അലവൻസോ എന്തെങ്കിലും കൂടുതൽ കൊടുത്തുപോയി, അങ്ങനെയെങ്കിൽ അത് വീണ്ടെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അത് ആൻസർ ഇതാണ്, തുക എടുത്ത മേജർ ഹെഡിന് കീഴിലുള്ള ROP or ROP under major head from which the amount was drawn. ROP എന്ന് പറഞ്ഞാൽ റീഫണ്ട് ഓഫ് ഓവർ പേയ്മെന്റ്, കൂടുതൽ വാങ്ങിയത് തിരിച്ചടയ്ക്കുന്നതിനാണ് നമ്മൾ ROP എന്ന് പറയുന്നത്. റീഫണ്ട് ഓഫ് ഓവർ പേയ്മെന്റ് എവിടെയാ, ഏത് ഹെഡിൽ തന്നെ അടയ്ക്കണം? നമ്മൾ ഇത് ഇങ്ങോട്ട് വാങ്ങിയ അതേ മേജർ ഹെഡിൽ തന്നെ നമ്മൾ ROP നടത്തണം.
അടുത്ത ചോദ്യം, ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് അണ്ടർ വേരിയസ് ഹെഡ്സ് ഡ്യൂറിംഗ് ദ മന്ത് ആൻഡ് ഡാഷ് ഷോ ദ റെസീറ്റ് അണ്ടർ വേരിയസ് ഹെഡ്. അത് ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സ് അണ്ടർ വേരിയസ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആൻസർ ക്യാഷ് അക്കൗണ്ട് ആയിട്ടാണ് വരിക. നോക്കാം. The difference between the monthly totals of receipts and payments columns of the subsidiary register of Reserve Bank deposits should be carried into. അത് റിസർവ് ബാങ്ക് നിക്ഷേപങ്ങളുടെ പ്രതിമാസ സബ്സിഡിയറി രജിസ്റ്ററിലെ റെസീറ്റുകളുടെയും പേയ്മെന്റ് കോളങ്ങളുടെയും ആകെ തുക തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്യാഷ് അക്കൗണ്ട് ഓർ ലിസ്റ്റ് ഓഫ് പേയ്മെന്റ്സിൽ വെക്കാം. അടുത്ത ചോദ്യം, റീഫണ്ട് ഓഫ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് വെർ ട്രഷറി ഈസ് നോട്ട് മെയിൻറ്റെയിനിങ് കംപ്ലീറ്റ് അക്കൗണ്ട്സ് മെയ്ഡ് ഇറ്റ്. ട്രഷറി പൂർണ്ണമായ അക്കൗണ്ടുകൾ പാലിക്കാത്ത സാഹചര്യത്തിൽ ഒരു കാലഹരണപ്പെട്ട നിക്ഷേപത്തിന്റെ റീഫണ്ട് എങ്ങനെയായിരിക്കണം എന്നാണ്. അത്തരം ഒരു സാഹചര്യം വന്നാൽ അതിന് ആൻസർ എ ജിയുടെ ഓതറൈസേഷൻ വേണം എന്നാണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The net difference between the total receipt and the total payments. The net difference between the total receipt and the total payments shown in the bank's daily statement should be posted in a subsidiary register called. അതായത് ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ഒരു ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ ബാങ്കിൽ നിന്ന് ഡെയിലി സ്റ്റേറ്റ്മെന്റ് എല്ലാ ദിവസവും വരും. ആ ഡെയിലി സ്റ്റേറ്റ്മെന്റിൽ വരുന്ന റെസീറ്റും പേയ്മെന്റും തമ്മിലുള്ള നെറ്റ് ഡിഫറൻസ് അത് രേഖപ്പെടുത്തേണ്ട സബ്സിഡിയറി രജിസ്റ്റർ ഏതാണ് എന്നാണ് ചോദ്യം. അത് രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്ന സബ്സിഡിയറി രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ചോദ്യം, ചെക്ക് രജിസ്റ്റർ ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം. അത് TA3 ആണ്. ട്രഷറി അക്കൗണ്ട് ഫോമിൽ വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് TA3. അടുത്ത ചോദ്യം, ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് നമ്മൾ EMD എന്ന് പറയുന്നത് മെയ്ഡ് ബൈ ഇന്റൻഡിങ് ടെൻഡേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ആസ്. ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഒരു ഫോറസ്റ്റിന്റെ ഏണസ്റ്റ് മണി, അതായത് ടെൻഡറിന് വേണ്ടി കെട്ടിവെക്കുന്ന നിരത ദ്രവ്യം. ഒരു ടെൻഡർ നമ്മൾ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലേലം വിളിക്കണമെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് ആദ്യം കെട്ടിവെക്കണം. അതിനാണ് നമ്മൾ നിരത ദ്രവ്യം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMD എന്ന് പറയുന്നത്. ആ എമൗണ്ട്, ആ EMD ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുക, ഏതായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അത് റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അത് ഫോറസ്റ്റിന്റെ അക്കൗണ്ടിലല്ല വരിക, അത് റവന്യൂ ഡിപ്പോസിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണം. A complete account of cash transactions and book transfers relating to the district treasury, including those of the sub-treasuries within its jurisdiction, should be kept in. A complete account of cash transfer and book transferന്റെയും ജില്ലാ ട്രഷറിയും സബ് ട്രഷറിയിലുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാം, അതിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാം എവിടെ എൻട്രി ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡേ ബുക്കിൽ എൻട്രി ചെയ്യണം, ഡേ ബുക്കിൽ. അടുത്ത ചോദ്യം, ഫോറസ്റ്റ് റവന്യൂസ് കളക്റ്റഡ് അറ്റ് ഔട്ട്ലൈൻ സ്റ്റേഷൻസ് മേ ബി പെയ്ഡ് ഇൻ ടു ദി ട്രഷറി ബൈ മേക്കിംഗ് റെമിറ്റൻസ് ടു ദി ട്രഷറി ഓഫീസർ ബൈ. അതായത് ഫോറസ്റ്റിന്റെ റവന്യൂ ഔട്ട്ലൈൻ സ്റ്റേഷൻ, വളരെ ഉൾനാടുകളിലുള്ള ഫോറസ്റ്റ് ഓഫീസുകളിൽ ഉണ്ടായ റവന്യൂ കിട്ടിയ സർക്കാർ പണം
അത് ഈ ട്രഷറി വരെ എത്തിച്ച് നൽകാൻ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള കേസുകളിൽ എന്ത് ചെയ്യാം, ട്രഷറിയിൽ എങ്ങനെ അടയ്ക്കാമെന്നാണ്. മണി ഓർഡർ ആയിട്ട് അയക്കാം. മണി ഓർഡർ അടച്ചാൽ മതി. ദൂരെയുള്ള ഓഫീസുകളിലെ സർക്കാർ റവന്യൂ, ഫോറസ്റ്റ് പോലെയുള്ള ഓഫീസുകളിലെ റവന്യൂ ആണ് ചോദിക്കുക. അത് ട്രഷറിയിൽ അടയ്ക്കുന്നതിന് ഏത് രീതി സ്വീകരിക്കാം? മണി ഓർഡർ രീതി സ്വീകരിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Class of non-gazetted officers who draw bills relating to the pay and allowance of their own and their establishment without counter signature is listed in. അതായത് നമുക്കറിയാം, ശമ്പളം വാങ്ങുന്നത് ഗസറ്റഡ് ഓഫീസർമാരും ഉണ്ട്, നോൺ ഗസറ്റഡ് ഓഫീസർമാരും ഉണ്ട്. ശമ്പളം വാങ്ങുന്നവര്, അതായത് ഒരു ഓഫീസിലുള്ള തൻ്റെ കീഴിലുള്ള എല്ലാവർക്കും ശമ്പളം വാങ്ങിക്കൊടുക്കുന്ന, ഇപ്പോൾ ഒരു UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡ്രോയിങ് ഓഫീസറാണ്. അദ്ദേഹം ശമ്പളം അവിടെയുള്ള ടീച്ചേഴ്സിനൊക്കെ ശമ്പളം വാങ്ങിക്കൊടുക്കും. അതിൽ നോൺ ഗസറ്റഡ് ആണ്. എന്നാൽ ഗസറ്റഡ് ഓഫീസർമാർ ശമ്പളം വാങ്ങിക്കൊടുക്കും. ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ, ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഗസറ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫിന് അയാൾ ശമ്പളം വാങ്ങിക്കൊടുക്കും. അതിനൊന്നും ഈ ബില്ലിൽ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ല. അപ്പോൾ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത കാറ്റഗറി, സാലറി വാങ്ങിക്കൊടുക്കാൻ കൗണ്ടർ സിഗ്നേച്ചർ ബില്ലിൽ ആവശ്യമില്ലാത്ത വിഭാഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന അപ്പൻഡിക്സ്, KTC വോളിയം 2 നിന്നാണ് ചോദ്യം. ഏതാണ് അപ്പൻഡിക്സ്? അപ്പൻഡിക്സ് 10 ആണ്. അപ്പൻഡിക്സിലെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമ്മളൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമാണ്. കാരണം അപ്പൻഡിക്സ് ആകെ അത്ര എണ്ണല്ലേ ഉള്ളൂ. അത് നമുക്കൊന്ന് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം. റൂൾസ് റെഗുലേറ്റിംഗ് ട്രാൻസാക്ഷൻസ് അണ്ടർ ട്രഷറി സേവിങ്സ് ബാങ്ക് ആർ ഫർണിഷ്ഡ് ഇൻ. ട്രഷറി സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, അതിൻ്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട റെഗുലേഷനും ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന അപ്പൻഡിക്സ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൻഡിക്സ് 3 ആണ്. നമുക്ക് ഒരുപക്ഷെ നമ്മൾ KTC വോളിയം 2 അപ്പൻഡിക്സ് പറയുന്നതിൽ 1027 അപ്പൻഡിക്സ് ഉള്ളതിൽ ഏറ്റവും വലിയ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് അപ്പൻഡിക്സ് 3 ആണ്. ശരിക്കും 3-ൽ ഒരുപാട് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അടുത്ത ചോദ്യം. രജിസ്റ്റർ ഓഫ് മെയിൽ ട്രാൻസ്ഫേഴ്സ് റിസീവ്ഡ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം നമ്പർ. KTC വോളിയം 2 ഏത് ഫോം പ്രകാരമാണ് മെയിൽ ട്രാൻസ്ഫർ, രജിസ്റ്റർ ഓഫ് മെയിൽ ട്രാൻസ്ഫറിന്റെ ഫോം ഏതാണ്? ഫോം TA 37 ആണ്. 37. The medical officer in charge of mental hospital may deposit money in Treasury Savings Bank on behalf of individual patients confined in such hospital. ഒരു മാനസിക ആസ്പത്രിയിലെ ഡോക്ടർക്ക് അയാൾ ചികിത്സിക്കുന്ന ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അദ്ദേഹം നിക്ഷേപിച്ചു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. ശരിയാണ്, ചെയ്യാൻ പറ്റും. മാനസിക തകരാറുള്ള ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ആ രോഗിക്ക് വേണ്ടിയിട്ട് TSBയിൽ, ട്രഷറി സേവിങ്സ് ബാങ്കിൽ വേണ്ടി പണം നിക്ഷേപിക്കാൻ കഴിയുമോ? നിക്ഷേപിച്ചു, അത് ശരിയാണോ എന്ന ചോദ്യം. ആൻസർ ചെയ്യാൻ പറ്റും, അത് കറക്റ്റാണ്. അടുത്ത ചോദ്യം. എവരി സ്ട്രോങ് റൂം ഷുഡ് ബി ഇൻസ്പെക്റ്റഡ് by the executive engineer or by an experienced assistant engineer or an officer holding subdivisional charge deputed by the executive engineer for the purpose. എപ്പോഴാണ് ഒരു സ്ട്രോങ് റൂം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടത്? ഇൻസ്പെക്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ, അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ട്രഷറിയുടെ സ്ട്രോങ് റൂം ഏതൊക്കെ ഇന്റർവെൽസിലാണ്? അതിൻ്റെ ആൻസർ ഓരോ വർഷവും. നമ്മൾ ഒരിക്കലും ആ ചോദ്യം പറഞ്ഞതാണ്, ആനുവലിയാണ്. അടുത്ത ചോദ്യം. എ രജിസ്റ്റർ ഓഫ് ഓൾ ദ പാഡ്ലോക്ക് ആൻഡ് കീസ് ബിലോങ്ങിങ് ടു ദ ഡിസ്ട്രിക്ട് ട്രഷറി ആൻഡ് ഇറ്റ് സബ് ട്രഷറീസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം. വീണ്ടും പാഡ്ലോക്കിന്റെ രജിസ്റ്ററിന്റെ ഫോം ചോദിച്ചിരിക്കുന്നു. അത് TR 29 ആണ്. TR 29. അടുത്ത ചോദ്യം. As soon as a remittance of treasure other than a currency remittance is
Dispatched, it should be ended as ഒരു ട്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നിധി, പണമല്ല, കറൻസി അല്ലാത്ത ഒരു നിധി. അത് അങ്ങനെ ഒരു നിധിയുടെ റെമിറ്റൻസ് വന്നാൽ അത് ഏതായിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടതെന്നാണ്. അത് ലോക്കൽ റെമിറ്റൻസ് ആണോ അല്ല ഫോറിൻ റെമിറ്റൻസ് ആണോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ലോക്കൽ റെമിറ്റൻസും ആവാം, ഫോറിൻ റെമിറ്റൻസും ആവാം, രണ്ടായി രേഖപ്പെടുത്തിയാലും തെറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഡെപ്പോസിറ്റ്സ് ഓൺ ചലഞ്ചഡ് വോട്ട്സ് വിൽ ബി ഇൻ. അപ്പോ ചലഞ്ചഡ് വോട്ട്സിന്റെ ഡെപ്പോസിറ്റ് എന്തായിട്ട് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാ? ഇൻ ക്യാഷ്, പണമായിട്ട് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യണം, ക്യാഷ്. അതിന് ചെക്കോ വേറൊന്നും പറ്റില്ല. ഡിപ്പോസിറ്റ്സ് ഓൺ ചലഞ്ചഡ് വോട്ട്സ് വിൽ ബി ഇൻ ക്യാഷ്. അപ്പൊ ചലഞ്ചഡ് വോട്ട് എന്ന് ചോദ്യത്തിൽ ഒരു വാക്ക് കേട്ടാൽ തന്നെ ആൻസർ ഓർത്തോളൂ, ക്യാഷ് ആണ് ആൻസർ. ഇത് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ദ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാഷ് ഓർഡേഴ്സ് issued on sub-treasuries may conveniently be watched by opening a dash for each sub-treasury. അപ്പോൾ ഈ ക്യാഷ് ഓർഡറുകൾ, സബ് ട്രഷറികളിൽ പുറപ്പെടുവിക്കുന്ന ക്യാഷ് ഓർഡറുകൾക്ക് വേണ്ടിയിട്ട് ഓരോ ട്രഷറിയിലും ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അത് സൗകര്യപ്രദമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ക്യാഷ് ഓർഡറുകളെ സൗകര്യപ്രദമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ട്രഷറികളിലും ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അല്ലെ ഒരു ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ലെഡ്ജറിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. അത് പേഴ്സണൽ ലെഡ്ജർ എന്നാണ് അതിന്റെ പേര്. അടുത്ത ചോദ്യം, when an estate receipt is paid into the district treasury, an entry should be made in form. എസ്റ്റേറ്റ് റെസീറ്റ് ഒരു ഡിസ്ട്രിക്ട് ട്രഷറിയിൽ കിട്ടിയാൽ അത് എൻട്രി നടത്തേണ്ട ഫോം TA 15 ആണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ചോദ്യമാണ്, TA 15. അടുത്ത ചോദ്യം, the transactions of all local funds including municipal and cantonment funds should be recorded in the form used for. ഇപ്പോൾ ലോക്കൽ ഫണ്ട്സിലെയും മുനിസിപ്പൽ ആൻഡ് കന്റോൺമെന്റ് ഫണ്ടുകളൊക്കെ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ഫോംസ് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടുള്ള ഫോം യൂസ്ഡ്? പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ ഫോംസിൽ നമ്മൾ ചെയ്താൽ മതി. അതായത് ലോക്കൽ ഫണ്ട്, മുനിസിപ്പൽ ആൻഡ് കന്റോൺമെന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ ഫോംസിൽ ചെയ്യാം. അടുത്ത ചോദ്യം, അറ്റ് സബ് ട്രഷറീസ് വേർ എ പെർമനന്റ് കറൻസി ചെസ്റ്റ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്, temporary chests for period not exceeding may be opened during the revenue collecting season. അപ്പോൾ പെർമനന്റ് കറൻസി ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത സബ് ട്രഷറികളിൽ റവന്യൂ കളക്ഷൻ സീസൺ വരുന്ന സമയത്ത് താൽക്കാലിക ഒരു കറൻസി ചെസ്റ്റ്, ടെമ്പററി ചെസ്റ്റ് തൽക്കാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അത് പരമാവധി എത്ര കാലം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. പരമാവധി 6 മാസം വരെ ടെമ്പററി ചെസ്റ്റ് ഫോർ മാക്സിമം 6 months. The treasury officer should send the currency officer every month a consolidated verification certificate in form dash for the currency chest in his district other than chest in the sole custody of the bank. The treasury officer, അതായത് ജില്ലാ ട്രഷറി ഓഫീസർ, എല്ലാ മാസവും കറൻസി ഓഫീസറിന് കൺസോളിഡേറ്റഡ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അയക്കേണ്ടതായിട്ടുണ്ട് കറൻസി ഓഫീസർക്ക്. അതിന്റെ ഫോം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് TR 39. അപ്പൊ ശരി, നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ക്വസ്റ്റ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം.
വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.